പീപ്പിൾ ടി വി എക്സ്ക്ലൂസീവ്. ഹരിപ്പാട് സ്വദേശി അനിൽ അച്ഛൻ കുഞ്ഞെന്ന CRPF ജവാൻ മരണപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലമെന്ന് ബന്ധുക്കളുടെ വെളിപ്പെടുത്തൽ. 2016 മാർച്ച് 24-നാണ് കുളിമുറിയിൽ വീണ് അനിൽ മരിച്ചു എന്ന വാർത്ത ബന്ധുക്കളെ അറിയിച്ചത്. ഉദ്യോഗസ്ഥ വീഴ്ച മറച്ചുവെച്ചു എന്ന് മാത്രമല്ല, നാട്ടിൽ മൃതദേഹം എത്തിച്ചത് പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് വികൃതമായ നിലയിൽ. 2016 മാർച്ച് 26-നാണ് ചിങ്ങോലി സ്വദേശി അനിൽ അച്ഛൻ കുഞ്ഞെന്ന അർദ്ധസൈനികൻ ഛത്തീസ്ഗഡിൽ വെച്ച് മരണപ്പെട്ടത്. കുളിമുറിയിൽ വീണ് മരണപ്പെടുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ വീട്ടുകാരെ അറിയിച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് അനിലിൻ്റെ മരണത്തിൽ കലാശിച്ചതെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ മാർച്ച് 24 ഹോളി ദിവസം അവിടെ കമ്പനി കമാൻഡർ ഈ ജവാനെല്ലാം കൂടെ അടുത്തുള്ള ഒരു കുളത്തിൽ നീന്തൽ മത്സരം നടത്തിച്ചാണ്. നീന്തി ലാസ്റ്റിൽ പുള്ളി കുഴഞ്ഞു പോയി. അപ്പോഴത്തേക്ക് ഇവർ ആരും ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും എന്തോന്ന് അവർ പറയുന്ന വിശദീകരണം അതാണ്. പക്ഷെ അതിന് നമുക്ക് പിന്നെ മുന്നോട്ട് അന്വേഷണം നടത്തുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. അനിലിൻ്റെ മരണശേഷവും മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എംബാം ചെയ്ത് മൃതദേഹം അയക്കുന്നതിന് പകരം പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചാണ് മുങ്ങി മരിച്ച അനിലിൻ്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. ഇതേ തുടർന്ന് സ്വന്തം ഭാര്യയ്ക്ക് പോലും ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ സാധിച്ചില്ലെന്നും ഇവർ പറയുന്നു. വേലി കെട്ടുന്ന പ്ലാസ്റ്റിക് ആ ഷീറ്റിൻ്റെ അകത്ത് തുണി പോലും ഇടാതെ കുറച്ച് കർപ്പൂരം ഈ വാരിയിട്ട് പാറ്റാഗുളിക അത് വാരിയിട്ട് കയറ്റി വിട്ടത്. എല്ലാം അളിഞ്ഞ് തിരിച്ചറിയാൻ തൊലി പോലും ഇല്ല ശരി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നിരവധി കത്തുകൾ അയച്ചിട്ടും യാതൊരുവിധ നടപടി ഉണ്ടായില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. അനിലിൻ്റെ അഴുകിയ മൃതദേഹം വീട്ടുകാർ വാങ്ങാൻ തയ്യാറാകാതിരുന്നപ്പോൾ KC വേണുഗോപാൽ MPയും ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തലയും ചേർന്നാണ് തങ്ങളെക്കൊണ്ട് മൃതദേഹം വാങ്ങിപ്പിച്ചതെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താമെന്ന് ഇവർ നൽകിയ ഉറപ്പുകൾ പാലിച്ചിട്ടില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. കേരളത്തിൽ നിന്നുള്ള സൈനികർ ഉദ്യോഗസ്ഥ പീഡനത്തിന് ഇരയാകുന്നുവെന്ന വാർത്തകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ജവാന്റെ മരണത്തിന് പിന്നിലും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. എയർ ഇന്ത്യ ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ ശിവസേന MP രവീന്ദ്ര ഗെയ്ക്വാദിന് വിലക്കേർപ്പെടുത്തിയതിനെതിരെ കേന്ദ്ര സർക്കാർ. എയർലൈൻസ് ഫെഡറേഷന്റെ വിലക്ക് നിയമവിരുദ്ധമെന്ന് കേന്ദ്ര നിയമകാര്യ സഹമന്ത്രി PP ചൗധരി വ്യക്തമാക്കി. കണ്ണൂർ സ്വദേശിയും ഹൃദ്രോഗിയുമായ R സുകുമാറിനെയാണ് ശിവസേന MP ചെരിപ്പൂരി അടിച്ചത്. വിശദാംശങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, വളരെ ദാരുണമായ സംഭവം. ഈ സംഭവത്തിൽ കേസടക്കം ഒരുപക്ഷെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ട ഒരു സംഭവം. ഇത്തരത്തിൽ ഈ വിഷയത്തിൽ എയർ ഇന്ത്യ ഫെഡറേഷൻ വിമാന കമ്പനികളടക്കം നിരോധനം ഏർപ്പെടുത്തി ശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് വന്ന് ഇപ്പോൾ എന്ത് നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? സഹമന്ത്രിയുടെ പ്രതികരണം എന്താണ്? നിയമകാര്യ സഹമന്ത്രി PP ചൗധരി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എയർ ഇന്ത്യ ഫെഡറേഷന് ഇത്തരം ഒരു നടപടി എടുക്കാൻ നിയമപരമായ അവകാശമില്ല എന്നാണ് നിയമകാര്യ സഹമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒരു MPക്ക് വിമാന സർവീസുകളിൽ നിന്നും യാത്ര ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഈ വിമാന കമ്പനികളുടെ ഫെഡറേഷൻ തന്നെ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ ആദ്യം ഈ ശിവസേന MPക്കെതിരെയാണ് വിലക്കെങ്കിൽ പിന്നീട് നാളെ ഇത് മറ്റ് MPമാർക്ക് നേരെയാകും. അതിനാൽ തന്നെ ഇത് അനുവദിക്കാനാകുന്നതല്ല എന്നാണ് നിയമകാര്യ സഹമന്ത്രി PP ചൗധരി വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഈ ശിവസേന MP ബിസിനസ് ക്ലാസ്സിന് പകരം ആ ഒരു ക്ലാസ് അനുവദിച്ചില്ലെന്നും പകരം എക്കോണമി ക്ലാസ് ആണ് നൽകിയതെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മലയാളിയും കണ്ണൂർ സ്വദേശി കൂടിയായ എയർ ഇന്ത്യയിലെ ഡെപ്യൂട്ടി മാനേജർ സുകുമാറിനെ മർദ്ദിച്ച വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജു പ്രതികരണം നടത്തിയത് ഒരു MPക്കും ചേർന്ന ഒരു നിലപാടല്ല ശിവസേന MP രവീന്ദ്ര ഗെയ്ക്വാദ് നടത്തിയത് എന്ന പ്രതികരണമായിരുന്നു അശോക് ഗജപതി രാജു നടത്തിയിരുന്നത്. പക്ഷേ ഇതിനുശേഷം ഇപ്പോൾ നിലപാട് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തുന്നത്. കേന്ദ്ര നിയമകാര്യ സഹമന്ത്രി തന്നെ ഈ ശിവസേന MPക്ക് ഏർപ്പെടുത്തിയ വിലക്ക് എത്രയും വേഗം മാറ്റണം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. MPക്കെതിരെ ഈ വധശ്രമത്തിനടക്കമുള്ള കുറ്റങ്ങളാണ് ദില്ലി പോലീസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത്തരമുള്ള കുറ്റങ്ങളിൽ കേസ് ചുമത്തിയിട്ടും ഇതുവരെയും MPയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എയർ ഇന്ത്യയും അതോടൊപ്പം മറ്റു സ്വകാര്യ വിമാന കമ്പനികൾ, ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികൾ ഈ നിലവിലെ ഈ MPയുടെ യാത്ര ടിക്കറ്റ് മറ്റും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ദില്ലിയിൽ നിന്ന് മുംബൈയിലേക്ക് ട്രെയിൻ മുഖാന്തരമാണ് MP തിരിക്കുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് MPക്ക് പിന്തുണയുമായി നിയമകാര്യ സഹമന്ത്രി തന്നെ രംഗത്തെത്തുന്നത്. ഇത്തരമൊരു പ്രവണതകൾ അനുവദിക്കാനാകുന്നതല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര നിയമകാര്യ സഹമന്ത്രി PP ചൗധരി. പ്രജീഷ്, മനു, വ്യക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം MPക്കെതിരെ. കാരണം MPയുടെ
എല്ലാ ഒരുപക്ഷെ എം പി പുലർത്തേണ്ട മാന്യതയുടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ഇടപെടുന്നു. മാത്രമല്ല നരഹത്യക്ക് ശ്രമം, ഹൃദ്രോഗിയായ വ്യക്തിയാണ്, മലയാളി കൂടിയായ വ്യക്തിയാണ് അദ്ദേഹം മർദ്ദിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായ ചട്ടലംഘനം നടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു പാർലമെന്റിനടക്കമുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇത്തരം എം പിമാരൊക്കെ തന്നെ ചട്ടലംഘനം നടത്തിക്കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ. അത്തരത്തിൽ എന്തെങ്കിലും പരാതികളൊക്കെ തന്നെ അല്ലെങ്കിൽ സ്പീക്കർക്കോ ബന്ധപ്പെട്ട അധികൃതർക്കോ ലഭിച്ചിട്ടുണ്ടോ? അതല്ല അതൊന്നുമേ ചിന്തിക്കാതെ വ്യക്തമായ ഏകപക്ഷീയമായ ഒരു പ്രതികരണം സഹമന്ത്രിയുടെ നിയമകാര്യ സഹമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഒരു ക്രിമിനൽ ചട്ടപ്രകാരം കേസെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും MPയെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമപരിരക്ഷ പോലീസിനുണ്ട്. അതിനുള്ള സാധ്യതയും പോലീസിന് മുന്നിലുണ്ട്. പക്ഷേ ഇതിനുള്ള നീക്കങ്ങൾ ദില്ലി പോലീസ് മടിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായപ്പെട്ടതിനെ തുടർന്ന് ദില്ലി പോലീസ് ഇക്കാര്യത്തിൽ നിയമ നടപടികൾ കൃത്യമായി പാലിക്കുമെന്ന നിലപാട് അറിയിച്ചത്. കേന്ദ്ര വ്യോമയാന മന്ത്രി തന്നെ മാധ്യമങ്ങൾ മുമ്പാകെ അറിയിച്ചത് എടുക്കാനാകുന്ന നിയമങ്ങൾ എല്ലാം പാലിക്കുമെന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജു പ്രതികരിക്കുകയും ചെയ്തത്. എന്നാൽ ഈ കുറ്റങ്ങൾ ചുമത്തിയിട്ടും ദില്ലി പോലീസ് ഇതുവരെയും MPയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ദില്ലിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്ന JR പത്മകുമാർ BJP നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ JR പത്മകുമാർ, അതായത് കേരളം അടക്കം ഇന്ത്യ അടക്കം ഞെട്ടിയ ഒരു സംഭവം, ഒരു MP കാണിക്കേണ്ട മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ച് നടത്തിയ മ്ലേച്ഛമായ ഇടപെടൽ. ആ ഇടപെടലിനെ ആണിപ്പോൾ ന്യായീകരിച്ചുകൊണ്ട് കേന്ദ്ര നിയമകാര്യ സഹമന്ത്രി PP ചൗധരി രംഗത്ത് വരുന്നത്. അതായത് എയർലൈൻസ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയ വിലക്ക് അത് ശരിയായില്ല എന്നാണ് ഇപ്പോൾ സഹമന്ത്രി വ്യക്തമാക്കുന്നത്. ഈ നിലപാടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? MP ഒരു എയർ ഇന്ത്യ ജീവനക്കാരനെ ന്യായീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് രംഗത്ത് വരുന്നു. ഞാൻ പറഞ്ഞത് അതിന്റെ വസ്തുത, പക്ഷേ വസ്തുത പോലും മനസ്സിലാക്കുക ശ്രീ JR പത്മകുമാർ, പ്രകടമായ വസ്തുത ഇതാണെന്നിരിക്കെ ആ വസ്തുത പോലും ഒരുപക്ഷെ അംഗീകരിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സഹമന്ത്രിയുടെ പ്രതികരണം വരുന്നത്. അല്ല, കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എയറിന്റെ വിമാനത്തിനകത്ത് വെച്ച് നടന്ന ഒരു സംഭവത്തിനെ സംബന്ധിച്ച് അവരുടെ പരാതി വാങ്ങിയതിനു ശേഷം ഡൽഹി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് MPയെ എതിരായി ആരായാലും അതിനെതിരായിട്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. അതാണല്ലോ ഒരു ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നത്. ഒരിക്കലും ഗവൺമെന്റ് അതിനെ ന്യായീകരിച്ചിട്ടില്ല. വേറെ ആരും അതിനെ ന്യായീകരിച്ചു, ശിവസേന പോലും ന്യായീകരിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ പത്മകുമാർ, അതായത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, ക്രിമിനൽ വകുപ്പുകളൊക്കെ ചുമത്തി കേസെടുത്തു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ടത് അടുത്ത അറസ്റ്റാണ് രേഖപ്പെടുത്തേണ്ടത്. അറസ്റ്റ് രേഖപ്പെടുത്തുക മാത്രമല്ല, പാർലമെന്റിന്റേതായ നടപടികൾ, എത്തിക്സ് കമ്മിറ്റിയുടെ അടക്കം പരിശോധനയ്ക്ക് ഇത്തരം സംഭവം വിധേയമാക്കാനുള്ള നടപടികളിലേക്ക് പോകണം. മാത്രമല്ല ആ രീതിയിൽ ഒന്നും തന്നെ ഇതുവരെയും പോയിട്ടില്ല. അതാണ് ഒരു ഒളിച്ചുകളി ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. അങ്ങനെ പറയരുത്, നടപടിയിലേക്ക് പോകേണ്ട സമയമായി. കാരണം ഒരു പാർലമെന്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കേസിൽ പെട്ട പ്രതിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു കുറെ കീഴ്വഴക്കങ്ങളുണ്ടല്ലോ. അതനുസരിച്ചിട്ട് ഗവൺമെന്റ് നടപടിയെടുക്കും. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, തുടർ നടപടികൾ മുന്നിൽ കോടതിയെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കട്ടെ. അതേസമയം എയർ ഇന്ത്യ അല്ലെങ്കിൽ എയർലൈൻസിന്റെ അസോസിയേഷൻ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ശരിയല്ല. അങ്ങനെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം, അല്ലെങ്കിൽ ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്ത തെറ്റിനെതിരായിട്ടുള്ള സംഭവമായിരിക്കും. അത്തരത്തിൽ ഈ ആളുകളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ തീരുമാനം എടുത്താൽ ഇനി നാളെ അല്ലല്ല ശ്രീ പത്മകുമാർ, ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ഈ യാത്രക്കാർക്ക് ഇത്രത്തോളം മ്ലേച്ഛമായി, ഇത്രത്തോളം ഗുരുതരമായി, ഇത്രത്തോളം നരഹത്യക്ക് ഒരു പക്ഷേ വഴിവെക്കാവുന്ന തരത്തിലേക്ക് ഒരു MP മർദ്ദിക്കുമ്പോൾ എങ്ങനെ അദ്ദേഹത്തെ മറ്റ് യാത്രക്കാർക്ക് ഒപ്പം അല്ലെങ്കിൽ സുരക്ഷിതമായ രീതിയിൽ എങ്ങനെ നാളെയും യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ കരുതൽ, അതുകൊണ്ട് നോ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു വകുപ്പിലേക്ക് ചുമത്തി ഒരു വിലക്ക് താൽക്കാലികമായി അതൊരു വ്യക്തമായ ഒരു മെസ്സേജ് അല്ലേ നൽകുന്നത്? രീതി ഇവിടെ പ്രാകൃതമായ നിയമം നിലനിൽക്കുന്ന രാജ്യമൊന്നും അല്ലല്ലോ. ഒരു നിയമം ഒരാൾ തെറ്റ് ചെയ്താൽ MP അല്ല, ആര് തെറ്റ് ചെയ്താലും അയാൾക്കെതിരായി ശക്തമായ മാതൃകാപരമായി നടപടിയെടുക്കും. നിങ്ങൾ ആലോചിച്ചോട്ട് KSRTC ബസ്സിൽ ഇത്രയും സംഭവം ഉണ്ടായ ഇനി KSRTCയിൽ ഇയാളെ കേട്ടില്ല തീരുമാനം എടുക്കാൻ പറ്റുമോ? എത്ര മണിക്കൂറുകൾ ശ്രീ പത്മകുമാർ, എത്ര മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു? അതിനുശേഷവും ഈ പറയുന്ന MP വെല്ലുവിളിക്കുകയാണ്, അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയാണ് ഈ ശിവസേന MP. ഇത്രയും വകുപ്പുകളൊക്കെ ചുമത്തിക്കണം, അതിനുശേഷവും കേസെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര സംശയങ്ങളൊക്കെയും വരുന്നത്. വെല്ലുവിളിക്കുന്നതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒന്നും പുറകെ പോകാൻ പറ്റുന്നില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ സംഭവം ഉണ്ടായി, പരാതി കിട്ടി, പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തിനെതിരായിട്ട് നോൺ ബെയിലബിൾ ഒഫൻസ് കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യോ കാണിച്ചു തരാന്നൊക്കെ അതൊക്കെ ചില ആളുകളൊക്കെ വെല്ലുവിളിക്കും. അതൊന്നും കേട്ടുകൊണ്ട് മുട്ടുമടക്കുന്ന ഒരു
ഗവൺമെന്റ് ഒന്നും അല്ലല്ലോ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. അതായത് ഉടനടി അറസ്റ്റ് ചെയ്യേണ്ടത്, നിലപാടെടുക്കേണ്ടത് എവിടെ നിന്നാണ്? അല്ലാതെ പരാതി കിട്ടിയതിനു ശേഷം അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സമയം വേണ്ടേ? പരാതിയുടെ പേരിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കേരളത്തിൽ തന്നെ എത്രയോ പരാതികളുണ്ട്, ഏതെങ്കിലും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഈ പറഞ്ഞതിന് ശരി തന്നെയെന്ന് നോക്കണം. അതിന് സ്റ്റേറ്റ്മെന്റുകൾ എടുക്കണം, വിഷ്വൽ ഇതുണ്ടെങ്കിൽ സീൻസ് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് പരിശോധിച്ചതിന് ശേഷം നിയമ നടപടി എടുക്കും. മന്ത്രിയും ഈ എംപിയും അതേപോലെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എന്നെ എയർ ഇന്ത്യ ജീവനക്കാരൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മോശമായി പെരുമാറിയെന്ന് പരാതി കൊടുത്തിട്ട് ഇത് രണ്ടും വെച്ചിട്ട് അന്വേഷണം നടത്തുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണല്ലോ, പോലീസാണല്ലോ, ഡൽഹി പോലീസ്. അന്വേഷണം നടത്തിയതിനു ശേഷം അയാളെ പേരിൽ ഈ പോലീസ് അന്വേഷണം ശ്രീ ജെ.ആർ. പത്മകുമാർ എംപിയുടെ ഒരു പക്ഷേ അതിന്റെ നിയമ നടപടികൾ താങ്കൾ പറഞ്ഞതുപോലെ സങ്കീർണത ഉണ്ടാകുമായിരിക്കും. പക്ഷേ പാർലമെന്റ് അടക്കമുള്ള ചട്ടങ്ങൾ, നടപടികളുണ്ട്. ഒരു എംപി ആണ് ഇത്തരത്തിൽ മ്ലേച്ഛമായ രീതിയിൽ പൊതുജന മധ്യത്തിൽ ഇത്രത്തോളം ഇടപെടൽ നടത്തുന്നത്. ആ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗം കൂടിയായ ശിവസേനയുടെ ഒരു എംപി അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? നടപടിക്ക് തുല്യമായ രീതിയിലുള്ള നിലപാടിലേക്ക് കടന്നിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി അനിവാര്യതയിലേക്ക് വരുന്നു. നിലപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ശിവസേനയുടെ ഈ അടുത്ത കാലത്ത് എടുത്തിട്ടുള്ള നിലപാടെല്ലാം എന്തായിരുന്നു എന്ന്. അന്ന് വലിയ കാര്യത്തിൽ CPM, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ശിവസേനയുടെ നിലപാടിനെ ന്യായീകരിക്കും. അപ്പൊ അതൊന്നും ഇപ്പൊ വരുമ്പോൾ മാത്രം അത് BJPയുടെ തലയിൽ കെട്ടിയിരിക്കുന്നതിന് ശിവസേന അത്തരത്തിലുള്ള നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ശിവസേന അതിന് ജനങ്ങളോട് ഒരു മുന്നിൽ മറുപടി പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ, കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു കാരണവശാലും ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് സംരക്ഷിക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടാവില്ല. അത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുകയാണ്? അറസ്റ്റ് ഉണ്ടാകുന്നതിൽ ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെന്ന് തെളിഞ്ഞിട്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു ശ്രീ ജെ.ആർ. പത്മകുമാർ ഒരു മലയാളി കൂടിയാണ് ഇവിടെ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇവിടെ ഇര. അത്തരത്തിലൊരു നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഒരു വലിയ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് BJPയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് വലിയ ഒരു പ്രതികരണവും ഇടപെടലൊക്കെ തന്നെ ഒരു വൈകാരിക തലത്തിലെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ പ്രതീക്ഷ, ഈ നിങ്ങൾ എയർ ഇന്ത്യയിലും മന്ത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, കേരളത്തിൽ ഒരു MLA ഒരു ഒരു കാന്റീൻ ജീവനക്കാരന്റെ ചെറുക്കത്തടിച്ച് എന്ത് നടപടിയെടുത്തു? അയാൾ അറസ്റ്റ് ചെയ്തോ? എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പ്രചരിക്കില്ല. ഒരു മന്ത്രി പറഞ്ഞില്ലേ ഈ ഉദ്യോഗസ്ഥന്മാരെ ചെകിട്ടത്തടിക്കുമെന്ന്, ഞാൻ പരസ്യമായിട്ട് കേരളത്തിൽ പറഞ്ഞില്ലേ? FIR എടുത്തോ? ഒന്നും എടുത്തില്ലല്ലോ. അപ്പൊ ഇപ്പൊ കേസെടുത്ത് അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ വെട്ടിലാക്കാൻ നോക്കുന്നത്? അല്ലാതെ അവിടെ അത്തരം ഒരു ന്യായീകരണം ശരിയായ തലത്തിലാണോ ശ്രീ പത്മകുമാർ? അതായത് ചെകിട്ടത്തടിച്ച് TV-യിലെല്ലാം കണ്ടാണല്ലോ 3 വിരൽ തെളിഞ്ഞിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് അപ്പം തന്നെ FIR രജിസ്റ്റർ ചെയ്തു. അന്വേഷണമുണ്ട്. അദ്ദേഹത്തിന്റെ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ നിയമ നടപടിയിൽ ഏതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിയമ നടപടി ഉണ്ടാവും. എന്ത് വകുപ്പുകളാണ് താങ്കൾ മനസ്സിലാക്കിയെടുത്തുള്ള? ഏതൊക്കെ വകുപ്പുകൾ? ഒരു ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്? അല്ലല്ല, അദ്ദേഹത്തെ ആക്രമിച്ചത് നോൺ വൈലന്റ് ഒഫൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഏത് വകുപ്പിട്ടാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള തെളിവിലാണ് എടുത്തിട്ടുള്ളതെന്നാണ് 308 ഇട്ടിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ജെ.ആർ. പത്മകുമാർ പ്രതികരിച്ചത്. എ സമ്പത്ത് MP കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജെ.ആർ. പത്മകുമാർ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ട് വ്യക്തമായ രീതിയിൽ കേസടക്കം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ ഒരു ആശങ്കയ്ക്ക് വകയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. സ്വാഭാവികമായ നീതി ഈ ഇരയ്ക്ക് ലഭിക്കുമെന്നാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന വികാരം. ശ്രീ സമ്പത്ത്, ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമോ വീഴ്ചയോ പറ്റുന്നുണ്ടോ നടപടിക്രമങ്ങൾക്ക്? ഇന്നിപ്പോ ഈ ശനിയാഴ്ച, നാളെ ഞായറാഴ്ച നമുക്ക് പാർലമെന്റ് സമ്മേളനം ഉള്ള ദിവസങ്ങളല്ല. ഇന്നലെ വെള്ളിയാഴ്ചയും മെനഞ്ഞാന്നും ആ 2 ദിവസങ്ങളിൽ സംഭവിച്ചത് പാർലമെന്റിന്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള നടപടിക്രമങ്ങളിൽ, വിശേഷിച്ചും ലോക്സഭയിൽ സ്വകാര്യ പ്രമേയങ്ങളും സ്വകാര്യ ബില്ലുകളുടെയും ചർച്ചയിലേക്കാണ് പോയത്. കാരണം അതിന്റെ തൊട്ട് തലയാഴ്ചയിലെ വെള്ളിയാഴ്ച, സ്വാഭാവികമായി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് വരേണ്ടതായിട്ടുള്ള സ്വകാര്യ അംഗങ്ങളുടേതായിട്ടുള്ള ബില്ലുകൾ, പ്രമേയങ്ങളുടെ ചർച്ച, അത് ഈ ധനകാര്യ ബില്ലിന്റെ മേലുള്ള ചർച്ചയ്ക്ക് വേണ്ടി ആ ദിവസത്തെ അങ്ങനെ ഗവൺമെന്റ് കൈയടക്കിയപ്പോൾ സ്വാഭാവികമായി അംഗങ്ങൾക്ക് നീതി ലഭ്യമാകുന്നതിന് വേണ്ടി തുടർച്ചയായി വ്യാഴവും വെള്ളിയിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
സഭയിൽ അംഗങ്ങളും കുറവായിരുന്നു. ഇവിടെ ഇപ്പോ ഈ പറഞ്ഞു കേട്ടിട്ടുള്ള വിവരങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള വിവരങ്ങളും എല്ലാം തന്നെ വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ്. സമ്പത്ത് നമുക്ക് ഇക്കാര്യത്തില് ഈ എന്താണ് സംഭവിച്ചെന്നുള്ള വ്യക്തമാണ്. ഇനി എന്റെ ചോദ്യം, ഇവിടെ എന്ത് പരിരക്ഷയാണ് ഇത്തരം മ്ലേച്ഛമായ രീതിയിൽ കാണിച്ച കൃത്യം ചെയ്ത ഒരു എംപിക്ക് ലഭിക്കേണ്ട, അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ പരിരക്ഷ സംബന്ധിച്ചും ഒക്കെ തനിക്ക് ലഭിക്കേണ്ട പരിരക്ഷ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഇരയാകപ്പെട്ട വ്യക്തി, അവിടെ നൂറുകണക്കിന് ആളുകൾ സാക്ഷികളാണ്. അവിടെ നിയമപരമായ തലത്തിലേക്കൊന്നും കടക്കാതെ എന്ത് പരിരക്ഷയാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു എംപിക്ക് ലഭിക്കേണ്ടത്? എന്ത് ന്യായമാണ് അദ്ദേഹം പറയുന്നത്? ന്യായങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ അദ്ദേഹവുമായി ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല. പാർലമെന്റിലും അദ്ദേഹത്തെ ഇക്കാര്യത്തെ സംബന്ധിച്ചിട്ടെങ്കിലും കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല, ഇവിടെ സമ്പത്ത് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് വരുന്നത് ഈ എയർലൈൻ ഫെഡറേഷൻ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയെ താൽക്കാലികമായി എയർ ഇന്ത്യ അല്ലെങ്കിൽ അവരുടെ അസോസിയേഷൻ വിലക്കുന്നു. ഈ വിലക്ക് നിയമവിരുദ്ധമെന്നാണ് കേന്ദ്ര നിയമകാര്യ സഹമന്ത്രി PP ചൗധരി വ്യക്തമാക്കുന്നത്. അതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്. അത് അത്തരത്തിലുള്ള കാര്യത്തെ സംബന്ധിച്ച് അവർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതും അത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിൻ്റെതാണ്. ഒരു പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അത് നിയമപരമായി ഏതെങ്കിലും വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് നിയമാനുസൃതമായി ചെയ്യാവുന്നത് തന്നെയാണ്. ഇവിടെ എയർലൈൻസുകളുടേതായിട്ടുള്ള സംഘടന അത് ഇപ്പോൾ വിമാന സർവീസിനെ ബാധിക്കുമെന്നുള്ള നിലയിലോ അല്ലെങ്കിൽ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലോ ഒരു യാത്രക്കാരുടെ പെരുമാറ്റം അത്തരത്തിൽ ഉണ്ടായാൽ അങ്ങനെ സ്വാഭാവികമായി വിലക്കേർപ്പെടുത്തുക എന്നുള്ളത് പലപ്പോഴും നമുക്കറിയാമല്ലോ. ഈ ചില വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ ചില ആളുകളുടെ ചിത്രങ്ങളെല്ലാം പ്രദർശിപ്പിച്ചിട്ടുള്ളത്, ചില റെയിൽവേ സ്റ്റേഷനുകൾ ചിലരുടെ എല്ലാം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പാർലമെന്റ് അംഗത്തിന്റെ നടപടി ആ വിധത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ അപലപനീയമായ ഒരു കാര്യമാണ്. ശ്രീ സമ്പത്ത്, ഞാൻ മടങ്ങിയെത്ത ശ്രീ KC വേണുഗോപാൽ MP, മുൻ മന്ത്രി കൂടിയായ KC വേണുഗോപാൽ ചേരുന്നു. ശ്രീ KC വേണുഗോപാൽ, ഇവിടെ ഈ സംഭവത്തിന്റെ വസ്തുതകൾ സംബന്ധിച്ച് താങ്കൾക്ക് അറിയാം. ഇവിടെ ഇപ്പോൾ എംപിക്കെതിരെ സ്വീകരിച്ച എയർലൈൻസ് ഫെഡറേഷൻ സ്വീകരിച്ച നടപടിയാണ് നിയമവിരുദ്ധമെന്ന നിലയിൽ വ്യാഖ്യാനിച്ച് കേന്ദ്ര നിയമകാര്യ സഹമന്ത്രി PP ചൗധരി രംഗത്ത് വന്നിരിക്കുന്നത്. സംഭവത്തിന്റെ ഒക്കെ തന്നെ നിജസ്ഥിതി മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്താണ് താങ്കൾക്ക് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ കേസൊക്കെ ഒരുപക്ഷെ എടുത്തേക്കാം എങ്കിൽ കൂടിയും എന്താണ് ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കുന്നത് ശ്രീ KC വേണുഗോപാൽ? ഇതിപ്പോൾ സത്യത്തില് ജനപ്രതിനിധികൾക്ക് ആകമാനം ഉറപ്പമാനം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. എയർ ഇന്ത്യയിലെ ഒരു അതിലും യാതൊരു കാര്യവും ഇല്ലാതെ ഒരു ജീവനക്കാരനെ ഇങ്ങനെ ദൈവമായി മർദ്ദിക്കുക എന്ന് പറയുന്നത് നമുക്കാർക്കും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് പൊതുസമൂഹത്തിന് ജനപ്രതിനിധികളുടെ വില ഒരുപാട് ആവശ്യത്തിനും അനാവശ്യത്തിനും വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന ജനപ്രതിനിധികളുടെ നേരെയുള്ള ഇത്തരം പരാമർശങ്ങൾ ശക്തി കൂട്ടത്തക്കവണ്ണമുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റും ആ രീതിയിലാണ് നമുക്ക് ജനപ്രതിനിധികളുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം എന്ന് പറയുന്നത് ആളുകളെ അടിക്കാനും അല്ലെങ്കിൽ ആളുകളെ ബുദ്ധിമുട്ടുണ്ടാക്കാനും വേണ്ടിയുള്ള സംരക്ഷണമല്ല. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനം നടത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് സംരക്ഷണം ആവശ്യമുള്ളത്. അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാണ്ട് ജനങ്ങളെ തല്ലുന്നതിന് വേണ്ടി സംരക്ഷണം നമ്മൾ ആവശ്യപ്പെടുന്നതിന് അർത്ഥമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തില് കേന്ദ്ര നിയമമന്ത്രി ഏത് കോണ്ടക്സ്റ്റിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതിന് നിയമപരമായ തടസ്സം ടെക്നിക്കാലിറ്റി പറഞ്ഞിട്ടാണോ അദ്ദേഹം സൂചിപ്പിച്ചതെന്നുള്ള കാര്യം വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് ഉണ്ടാകത്തക്കവണ്ണമുള്ള നടപടികൾ ആവശ്യമാണ് എന്നൊരു സംശയമുണ്ട്. അവരുടെ പാർട്ടി തന്നെ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ KC വേണുഗോപാൽ, അതായത് താങ്കളൊക്കെ ഈ മേഖലകളിലൊക്കെ തന്നെ ഇരുന്നും അതിന്റെ ഇടപെടൽ നടത്തിയൊക്കെ വ്യക്തിയാണ്. ഇവിടെ ഒരു ഇരയായിട്ടുള്ളത് ഒരു മലയാളി കൂടിയാണ്. ആ അർത്ഥത്തിൽ എന്ത് പ്രതികരണമാണ് താങ്കളെ പോലെയുള്ള പാർലമെന്റേറിയന്റെ ഒക്കെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത്? ഇതൊക്കെ തന്നെ ആവശ്യമായ തലത്തിൽ വ്യക്തമായ നീതി ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ ഉണ്ടാകുമോ? അല്ല, ആ പ്രതികരണമാണല്ലോ ഞാൻ പറഞ്ഞത്. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതുമാണ്. അത്തരത്തിലുള്ള ശക്തമായ നടപടികളാണ് ഞാൻ ധരിച്ചത് അവരുടെ പാർട്ടി തന്നെ ഇക്കാര്യത്തിൽ നടപടി എടുക്കുന്നതായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ പാർട്ടി തന്നെ, പിന്നെ ഗവൺമെന്റും അക്കാര്യത്തിൽ ലോക്സഭാ സ്പീക്കറും ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന കാര്യത്തിലാണ് എനിക്ക് പറഞ്ഞാൽ. ഇത് പൊതുവായിട്ട് ഒരു ചെറിയ പ്രശ്നമല്ല. ഇത് ജനപ്രതിനിധികൾക്ക് നേരെ ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള ഒരു വിമർശനത്തിന് ഭാഗമാകുന്ന കാര്യമാണ്. മാത്രമല്ല, ഇവിടെ ഒരു ജീവനക്കാരൻ അവൻ ആ കാര്യത്തിൽ ഒരു കുറ്റവും ചെയ്ത ആളല്ല. അവനല്ല എക്കണോമിക് ക്ലാസും തീരുമാനിച്ചില്ല.
യെസ്, ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജെ.ആർ. പത്മകുമാർ, ഇതാണ് കാര്യങ്ങൾ. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വ്യക്തമായൊരു നിർദ്ദേശം അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് താങ്കൾ നേരത്തെ പ്രകടിപ്പിച്ച ആ ഒരു പ്രതീക്ഷ. അതുടൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകാൻ കഴിയുമോ ശ്രീ ജെ.ആർ. പത്മകുമാർ? ടെലിഫോൺ ലൈനിൽ താങ്കളുടെ തകരാറുള്ളത് കൊണ്ട് ഇടപെടുന്നു. ഇടവേളയിലേക്ക് പോകുന്നു. വിലക്ക് നിയമവിരുദ്ധമെന്നാണ് കേന്ദ്ര നിയമകാര്യ സഹമന്ത്രി പി ചൗധരിയുടെ പ്രതികരണം. വെയിലായാലും മഴയായാലും ഇടക്കൊച്ചിക്കാർക്ക് എന്നും കുടിവെള്ളക്ഷാമമാണ്. പ്രദേശം മുഴുവൻ ഉപ്പുവെള്ളമായതിനാൽ ഇടക്കൊച്ചി കനോസ നഗർ നിവാസികൾക്ക് ടാങ്കർ വെള്ളമാണ് ഏക ആശ്വാസം. പണ്ടെപ്പോഴോ ഇവിടെ സ്ഥാപിച്ച പൊതുടാപ്പ് പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി. ഇടക്കൊച്ചിയിൽ 50ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കനോത്ത നഗറിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഈ ദൃശ്യങ്ങൾ ധാരാളം. ഇവിടെയുള്ള കിണറുകളിൽ മുഴുവൻ ഇതുപോലെ കറുത്ത് കലങ്ങിയ വെള്ളമാണ്. ഉപ്പുരസവും ദുർഗന്ധവുമാണ് ഈ വെള്ളത്തിനെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മോട്ടോർ വെള്ളമാണെങ്കിൽ ചീത്ത കിടക്കണ മണവും ഉപ്പും ഒക്കെയാണ്. ഇപ്പൊ ഈ മഴയില്ലാത്ത കണ്ടിട്ട് ഭയങ്കര ഉപ്പാണ് വെള്ളത്തിന്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ പണ്ടെപ്പോഴോ സ്ഥാപിച്ച പൊതുപൈപ്പ് കണ്ടെത്താൻ ചിലർ ശ്രമം നടത്തി. കാട് മൂടി പ്രവർത്തനരഹിതമായ പൈപ്പ് കണ്ടെത്താനുള്ള ശ്രമം പിന്നീട് പരാജയപ്പെടുകയായിരുന്നു. പൈപ്പ് വർഷങ്ങളായിട്ട് ഒരെണ്ണമുണ്ട്. മെയിൻ റോഡിൽ നിന്നുള്ള വെള്ളം അവിടുന്ന് കണക്ഷൻ കൊടുത്തേക്കുന്ന ചെറിയ പൈപ്പാണ്. അത് പൊക്കിയും വെച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് ഇതുവരെയും വെള്ളം വന്നല്ല. ആഴ്ചയിൽ 2 തവണ വരുന്ന ടാങ്കർ വെള്ളം ഓരോ കുടുംബവും ശേഖരിച്ചു വെക്കുന്നത് ഈ ഡ്രമ്മുകളിലാണ്. 45 കുടുംബം ഉണ്ടാവും ഇവിടെ. അവർക്കാണ് ഈ വെള്ളം വണ്ടി വരുന്നത്. വെള്ളം വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തല്ലുപിടുത്തമാണ് ഇവിടെ. വെള്ളം കിട്ടണില്ല. സ്ഥലത്ത് പുതിയ ജനപ്രതിനിധികൾ എത്തിയ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം വൈകില്ലെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇടക്കൊച്ചിക്കാരുടെ കുടിവെള്ള പ്രശ്നം. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കുടിവെള്ളം ഇവർക്ക് കിട്ടാക്കനിയാണ്. മണ്ഡലത്തിൽ പുതിയ MLA വന്നതോടെ ഇനിയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് കനോത്ത നഗർ നിവാസികൾ. ഇടക്കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ KM രഞ്ജിത്തിനൊപ്പം KM ഉമേഷ്. CR മഹേഷിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് മറ്റൊരു നേതാവ് കൂടി രംഗത്ത്. പത്തനംതിട്ട DCCയുടെ വൈസ് പ്രസിഡന്റ് ജ്യോതി പ്രസാദാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. സംഘിമുഖം നൽകി കോൺഗ്രസ് പ്രവർത്തകരെ വിമർശിക്കുന്നവരെ സംഘിമുഖം നൽകി അവരെ ആക്ഷേപിച്ച് അവരെ പുറത്താക്കാനുള്ള ശ്രമം നടക്കുന്നതായി പ്രതികരണം വന്നിരിക്കുന്നു. വിശദാംശങ്ങളുമായി ബിജേഷ് ചേരുന്നു. ബിജേഷ്, പത്തനംതിട്ട കോൺഗ്രസിലെ DCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? വിമർശനം വന്നത്, വിമർശനത്തിന് മറ്റ് നേതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രജീഷ്, കോൺഗ്രസിനകത്തെ വലിയ പടലപ്പിണക്കങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ട് തന്നെയാണ് DCC വൈസ് പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള വേട്ടൂർ ജ്യോതിപ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. സംഘപരിവാറിനെതിരെ നിലകൊള്ളുന്ന ഹിന്ദുക്കളായ കോൺഗ്രസ് പ്രവർത്തകരെ സംഖ്യയായി വിലയിരുത്തി പുകച്ചു പുറത്തു ചാടിക്കാൻ കോൺഗ്രസിലെ ചിലർ തന്നെ നീക്കം നടത്തുന്നു എന്ന വലിയ വിമർശനം ആണ് വേട്ടൂർ ജ്യോതിപ്രസാദ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിലെ ഇന്നത്തെ അവസ്ഥ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മഹേഷ് രാജിവെച്ച് അദ്ദേഹത്തെ പിന്തുടർന്നാണ് ഇപ്പോൾ വേട്ടൂർ ജ്യോതിപ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നും പറയുന്നു. അദ്ദേഹത്തിന്റെ അനുഭവമാണ് അതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഹൈന്ദവ നേതാക്കളെ സംഘപരിവാറിന്റെ അനുയായികൾ എന്ന മുദ്രകുത്തി പുറത്തു ചാടിക്കാൻ കോൺഗ്രസ് പേര് വിഭാഗം ഗൂഢാലോചന നടത്തുന്നുവെന്നുള്ള വേട്ടൂർ ജ്യോതിപ്രസാദിന്റെ വെളിപ്പെടുത്തൽ ഐ ഗ്രൂപ്പ് പ്രവർത്തകരെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന വിമർശനമുണ്ട്. എന്തായാലും ഭൂരിപക്ഷ സമുദായം സംഘപരിവാറിനോട് ആഭിമുഖ്യം പുലർത്തുമ്പോൾ തന്നെ അതിനെ തടുക്കാനായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് പെരുകുന്ന കരുത്തരായ നേതാക്കളെ തകർക്കാൻ ശ്രമിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന ഒരു വലിയ ചോദ്യം കൂടി വേട്ടൂർ ജ്യോതിപ്രസാദ് ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും CR മഹേഷിന് പിന്നാലെ മറ്റൊരു നേതാവ് കൂടി ഫേസ്ബുക്കിലൂടെ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് വലിയ ചർച്ചയായും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ തയ്യാറാകുന്നില്ല. മറ്റ് ഭാരവാഹികൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നതിനോ ഒന്നും തന്നെ ഇപ്പോൾ തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ വേട്ടൂർ ജ്യോതിപ്രസാദ് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഇതുവരെയും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും CR മഹേഷിന് പിന്നാലെ കോൺഗ്രസിനകത്തെ പ്രവർത്തനങ്ങളും കോൺഗ്രസിനകത്തെ സംഘപരിവാർ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ചിലരെ പുറത്താക്കാൻ, മനഃപൂർവ്വം പുറത്താക്കാൻ ചില നേതാക്കന്മാർ ശ്രമിക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പ്രതികരണമായി ഏത് രീതിയിലാണ് അദ്ദേഹം ആഞ്ഞടിക്കുന്നത്? വ്യക്തമായും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലെ അടക്കമാണോ അദ്ദേഹം വിമർശിക്കുന്നത്? ദേശീയ നേതൃത്വത്തിലടക്കം ഏത് മാറ്റം വേണമെന്ന് അദ്ദേഹം പറയുന്നു? മാറ്റം എന്നല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. സംഘപരിവാർ കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന ഒരു ഘട്ടത്തിൽ സംഘപരിവാറിനെ എതിർക്കേണ്ട പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. സംഘപരിവാറിനെ എതിർക്കുന്ന ആൾക്കാരെ
സംഘപരിവാറായിട്ട് മുദ്രകുത്തി കോൺഗ്രസിനകത്ത് നിന്ന് പുകച്ചു പുറത്തേടിക്കാൻ ശ്രമിക്കുന്നു എന്ന വലിയ വിമർശനം, അത് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടതും അത് ചർച്ചയാവപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു വിമർശനം തന്നെയാണ്. ക്ഷേത്രത്തിനകത്ത് പോകുന്നതും കയ്യിൽ ചരട് കെട്ടുന്നതും കുറി തൊടുന്നതുമായ ആൾക്കാരെല്ലാം സംഘപരിവാറാണെന്ന് പറയുന്നത് ശരിയല്ല. അതിന് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം ഇതാണ്: ഖദർ ധരിക്കുന്ന ആൾക്കാരെല്ലാം കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറി തൊടുന്നവരും അതോടൊപ്പം തന്നെ കയ്യിൽ ചരട് കെട്ടുന്നവരും ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാരെല്ലാം സംഘപരിവാറാണ് എന്ന് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ചില നേതാക്കന്മാർ മുദ്രകുത്തുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ സംഘപരിവാറായി കണക്കാക്കി പാർട്ടിയിൽ നിന്ന് പുകച്ചു പുറത്തിയാടിക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ നടത്തുന്നത്. ആരെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്? ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ കൂടി ഇപ്പോൾ ശ്രീ ബിജേഷ് തുടരാം. ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് നമുക്ക് എടുത്തു പറയണം. ഒരു വിഭാഗം ഗൂഢാലോചന നടത്തുന്നു എന്ന വെട്ടൂർ ജ്യോതിപ്രസാദിന്റെ വെളിപ്പെടുത്തൽ എ ഗ്രൂപ്പ് പ്രവർത്തകർ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കോൺഗ്രസിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പത്തനംതിട്ട DCC സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇപ്പോൾ ഈ DCC പുനഃസംഘടന കഴിഞ്ഞ ശേഷം DCC പ്രസിഡന്റായി വന്ന ആൾക്ക് പത്തനംതിട്ട കോൺഗ്രസിനകത്ത് യാതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള വലിയ വിമർശനങ്ങളുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചപ്പോൾ പോലും DCC പ്രസിഡന്റ് അവിടെ ഓടി ഒളിക്കുകയാണ് ചെയ്തത് എന്നത് മാധ്യമപ്രവർത്തകരല്ല, കോൺഗ്രസുകാർ തന്നെ, കോൺഗ്രസിന്റെ ഭാരവാഹികൾ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ ഒരു നേതൃത്വത്തിൽ നിന്നും സംഘപരിവാർ സംഘടനകളെ എതിർക്കുന്ന ആൾക്കാരെ കൂടെ പുകച്ചു പുറത്തിയാടിച്ച് കോൺഗ്രസിനകത്ത് ഇത്തരത്തിൽ ഇപ്പോൾ നിലവിലുള്ള DCC പ്രസിഡന്റിനെ പോലെയുള്ള ആൾക്കാർ അത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കോൺഗ്രസിലെ ചിലർ ഇത്തരത്തിൽ സംഘപരിവാർ മുദ്രകുത്തി ചില സംഘടനകൾക്ക് സംഘപരിവാറിനെതിരെ തീവ്ര നിലപാടെടുക്കുന്ന കോൺഗ്രസിനകത്ത് തന്നെയുള്ള നേതാക്കന്മാരെയും പ്രവർത്തകരെയും പുകച്ചു പുറത്തിയാടിക്കാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ടും എ ഗ്രൂപ്പിനെതിരെയുള്ള തന്നെയാണ്. അവിടെ CR മഹേഷ് പ്രകടിപ്പിച്ച നിലപാടുകൾ അത് അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും CR മഹേഷ് കഴിഞ്ഞ ദിവസം വലിയ വെളിപ്പെടുത്തലുകളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പരസ്യമായി പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തുപോയത്. പക്ഷെ ഇവിടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക എന്ന രീതിയിലൊന്നും ഇദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എങ്കിൽ കൂടെ CR മഹേഷ് ഒരു പ്രതീകം മാത്രമാണ് എന്ന് നമുക്ക് പറയാം. CR മഹേഷിന് പിന്നാലെ പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നിലപാട് തുറന്നു പറഞ്ഞു എങ്കിൽ കൂടെ ഇതിന് പിന്നാലെ എന്തായാലും കോൺഗ്രസിനകത്ത് നിന്ന് പലരും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയും എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്നത്. വെട്ടൂർ ജ്യോതിപ്രസാദ് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം അത് സംഘടനയെ അറിയിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം നമുക്ക് പക്ഷേ എന്നിരുന്നാൽ കൂടെ DCC നേതൃത്വമോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. കാരണം CR മഹേഷ് കോൺഗ്രസിന് അകത്ത് അന്ന് ഉന്നയിച്ച കാര്യങ്ങൾ പോലും കൃത്യമായ നിലപാടുകൾ എന്നതും വസ്തുക്കളും നിരത്തി കോൺഗ്രസിലെ ഒരു നേതാക്കന്മാർക്കും CR മഹേഷ് പറഞ്ഞത് തെറ്റാണ് എന്ന് അന്ന് പറയാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെട്ടൂർ ജ്യോതിപ്രസാദ് പറഞ്ഞ കാര്യങ്ങൾക്കും അവർക്ക് എതിർത്ത് അത് ശരിയല്ല എന്ന് പറയാൻ അവരും തയ്യാറാകുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ്, ഞാൻ എന്റെ അനുഭവമാണ് ഇവിടെ തുറന്നു പറയുന്നത് എന്നാണ് ജ്യോതിപ്രസാദ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായ അനുഭവം തനിക്ക് ഉണ്ടായതിന്റെ തുടർന്നാണ് താൻ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത് എന്നും അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്. വിജേഷ്, DCCയുടെ ഒക്കെ തന്നെ പടലപ്പിടക്കങ്ങളുടെ കൂടി ഉള്ള പ്രതികരണമായി വേണം ഇതിനെ കാണാൻ. തീർച്ചയായിട്ടും നമുക്കറിയാം, നേരത്തെ മോഹൻരാജ് DCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പത്തനംതിട്ടയിൽ ഒരു കോൺഗ്രസ് നേതൃത്വം ഉണ്ടായിരുന്നു എന്ന് ഇവിടെ വ്യക്തമായിരുന്നു. പക്ഷെ അതിനുശേഷം ബാബു ജോർജ് DCC പ്രസിഡന്റായി വന്നപ്പോൾ മുതൽ പത്തനംതിട്ട DCCയെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്തനംതിട്ട DCCക്കകത്തു നിന്ന് തന്നെ ബാബു ജോർജ് പ്രസിഡന്റായി വന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനകത്തു നിന്ന് തന്നെ അത്തരത്തിൽ അദ്ദേഹത്തെ മുൻനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളടക്കം വാർത്തയാക്കി ഇതിനു മുന്നേ കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ട DCCക്കകത്ത് ഇതുവരെ അത്തരത്തിൽ ഒരു കോൺഗ്രസിന്റെ ഭാഗമായിട്ട് യാതൊരു സമരപരിപാടികളോ യാതൊരു എന്താ പറയാ കോൺഗ്രസ് രാഷ്ട്രീയം പാർട്ടി ഇവിടെ ഉണ്ട് എന്നറിയിക്കുന്ന രീതിയിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും ഇതുവരെയും ഇല്ല. പുതിയ DCC പ്രസിഡന്റ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു മാറ്റവും നടത്താൻ സാധിച്ചിട്ടില്ല. പുതിയ പരിപാടികളൊന്നും ആസൂത്രണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങളും അത് അവരുടെ യോഗങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം KSUവിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വൈകുന്നേരം ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ അവിടെ വലിയ അടി നടക്കുന്നു എന്നറിഞ്ഞ് മാധ്യമപ്രവർത്തകർ അവിടെ എത്തുകയും
ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ ഇവർ ഗ്രൂപ്പ് തിരിഞ്ഞ് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ചേർന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ അന്ന് KPCC അംഗമായിരുന്ന ജയവർമ്മയും അതോടൊപ്പം DCC പ്രസിഡന്റും ആ പരിസരത്തുണ്ടായിരുന്നു. പക്ഷേ മാധ്യമങ്ങളെ ഇവർ ആക്രമിച്ചു തുടങ്ങിയ ഒരു ഘട്ടത്തിൽ DCC പ്രസിഡന്റ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതും ആ പ്രശ്നങ്ങൾ ഒഴിവാക്കേണ്ടതുമായി മുന്നിട്ട് നിൽക്കേണ്ട അദ്ദേഹം പക്ഷേ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഞങ്ങൾ മാധ്യമപ്രവർത്തകരോടും ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളോടൊക്കെ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ DCC പ്രസിഡന്റ് ആ രീതിയിലായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്, ആ പ്രശ്നങ്ങൾ DCC പ്രസിഡന്റ് അപ്പൊ തന്നെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇത് ഇങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ നമ്മളോടൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ ആണ് ഇപ്പോൾ ഈ വെട്ടൂർ ജ്യോതിപ്രസാദിന്റെ പോസ്റ്റ് കൂടി വന്നത്. കൃത്യമായിട്ടും നേതൃത്വത്തിനെതിരെ തന്നെയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പന്തളം സുധാകരൻ ടെലിഫോൺ ലൈനിൽ ചെയ്തു. ശ്രീ പന്തളം, അതായത് പ്രതികരണങ്ങൾ പല രീതിയിൽ പല തലങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇപ്പോൾ DCCയുടെ പത്തനംതിട്ട വൈസ് പ്രസിഡന്റ് വെട്ടൂർ ജ്യോതിപ്രസാദാണ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നത്. അതായത് ചില വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ CR മഹേഷ് കഴിഞ്ഞ നാൾ നടത്തിയ വാർത്താ സമ്മേളനത്തിന് തുല്യമായ നിലയിലേക്ക് ആണ് പ്രതികരണങ്ങൾ വരുന്നത്. എങ്ങനെ കാണുന്നു പന്തളം സുധാകരൻ ഈ ചെറു പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ തലങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ? CR മഹേഷിന്റെ പ്രതികരണത്തെ സംബന്ധിച്ച് പല ചർച്ചകളും നടന്നിട്ടുള്ളതാണ്. കോൺഗ്രസ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. മാത്രമല്ല, ഈ കോൺഗ്രസ് പോലെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിമർശിക്കാൻ ഉള്ള അവകാശം അധികാരവും എല്ലാ പ്രവർത്തകർക്കും പുറത്തിരിക്കുന്നവർക്കും ഉണ്ട്. ക്രിയാത്മകമായ വിമർശനങ്ങളെ അതിന്റെ അനുസരിച്ച് തന്നെ നേതൃത്വം സ്വാഗതം ചെയ്തു. പക്ഷെ ഒരു പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുമ്പോൾ ചില അച്ചടക്കവും നിബന്ധനകളും ഒക്കെ ഉണ്ട്. ആ നിബന്ധനകൾ പാലിച്ച് മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിലെയായും വിമർശിക്കാൻ പാടുള്ളൂ. വിമർശനങ്ങൾക്ക് ആരും അതീതരല്ല. വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് തന്നെയാണ് പാർട്ടി കാണുന്നത്. ശ്രീ പന്തളം, താങ്കൾ പറയുന്നത് എന്തായാലും അത് സതുദ്ദേശത്തോടു കൂടി സ്വീകരിക്കപ്പെടണം. പക്ഷെ അത് സ്വീകരിക്കപ്പെടുന്നുണ്ടോ? കാരണം ഇനിയും DCCകളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം പുറത്തു പോകലിന് മഹേഷ് പുറത്തു പോയെങ്കിൽ അതിനേക്കാൾ ഉപരി പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അവരെ എല്ലാവരെയും അല്ലെങ്കിൽ പുറത്താക്കേണ്ട സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥിതിയിലേക്കാണോ പോകേണ്ടത്? പകരം ഇത്തരത്തിൽ വരുന്ന പ്രതികരണങ്ങളെ സൗദ്ദേശത്തോടു കൂടി ചർച്ച ചെയ്യാൻ എന്തേ ആരും തയ്യാറാകാത്തത്? അല്ല, അതിൻ്റെതായ വേദികളിൽ ചർച്ച ചെയ്യുമല്ലോ. അതിൻ്റെതായ വേദികളിൽ ചർച്ച ചെയ്യും. അത് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ. വളരെ നന്ദി ശ്രീ പന്തളം സുധാകരൻ പ്രതികരിച്ചതിന്. പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് കൂടി നേതൃത്വത്തിനെതിരെ ശക്തമായ രംഗത്ത് വന്നിരിക്കുന്നു.